നമസ്കാരം. എം ഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പി നൂർദീൻ. കേരള PSC നിങ്ങൾക്കായിട്ട് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷാ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയപ്പോൾ തന്നെ പ്രസ്തുത പരീക്ഷാ തയ്യാറെടുപ്പ് ഏറ്റവും വേഗത്തിലും ലളിതവുമാക്കുന്നതിനായിട്ട് എം ഫേവർ ലേണിംഗ് ആപ്പിൽ ഒരു കോഴ്സ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അപ്രകാരം ഏറ്റവും പുതിയ കോഴ്സ് ഈ വരുന്ന ഫെബ്രുവരി 10 സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിനോടകം തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മറ്റ് ഡെമോ ക്ലാസ്സുകളും യൂട്യൂബിൽ നൽകിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഒരു നിയമവ്യവസ്ഥയെക്കുറിച്ചും അറിയാലോ 163 വർഷ പഴക്കമുള്ള കൊളോണിയൽ കാലഘട്ടത്തിലെ IPCയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷനിൽ BNSുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എപ്രകാരമായിരിക്കും, അല്ലെങ്കിൽ ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ ഒരു പരീക്ഷയെ അനായാസം നമുക്ക് മറികടക്കാം എന്ന ഒരു ചെറിയൊരു സെഷൻ കൂടിയാണിത്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എം ഫേവർ ലേണിംഗ് ആപ്പിൽ ഫെബ്രുവരി 10 ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. BNSുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് തന്നെ കോഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. കോഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലൈവും റെക്കോർഡിങ്സും ഉണ്ട്. ഡെയിലി നിങ്ങൾക്ക് ഒരു 1 to 2 hours മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ഈ പറയുന്ന ഒക്ടോബർ മാസത്തിൽ വരുന്ന പരീക്ഷയ്ക്കായിട്ട് യാതൊരുവിധ സ്ട്രെസ്സും ഇല്ലാതെ ലൈവായിട്ടും, എന്നാൽ ലൈവിൻ്റെ തന്നെ റെക്കോർഡിംഗ് ഉണ്ട്. സോ യു ക്യാൻ വാച്ച് അറ്റ് എനി ടൈം. മൺഡേ ടു ഫ്രൈഡേ വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു കൺസിസ്റ്റൻസിയും ഡിറ്റർമൈൻഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. റെഗുലർ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, മെഗാ മോക്ക് ടെസ്റ്റുകൾ വീക്ക്ലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത്, അത് കൂടാതെ തന്നെ നമുക്ക് മൊഡ്യൂൾ വൈസ്, സബ്ജക്റ്റ് വൈസ് 100 മാർക്കിൻ്റെ PSC മോഡൽ ടെസ്റ്റ് സീരീസും വരുന്നുണ്ട്. നോട്ടുകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഒന്നും തന്നെ എഴുതിയെടുത്ത സമയം കളയേണ്ട. മെന്റർഷിപ്പ് ഗൈഡൻസ്, അതുപോലെ തന്നെ അത് ഉറപ്പിക്കാനായിട്ട് വാട്സപ്പ് സ്റ്റുഡൻസ് ഗ്രൂപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെന്ററുമായിട്ട് 1 സ്റ്റെപ്പ് ക്ലിക്കിലൂടെ ബന്ധപ്പെടാനും സാധിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. ആക്സസ് മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയാണ്. ഓക്കെ, എക്സാം എന്നാണോ അതുവരേക്കും ഈ പറയുന്ന കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ട് താനും. സോ ഈ ഒരു കോഴ്സിന്റെ യഥാർത്ഥ ഫീ വന്നിട്ട് 15,000 ആണ്. കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് ഒരു പാക്കേജ് ആയിട്ട് 10,000 rupees ഇൻക്ലൂഡിങ് GST ലഭിക്കുന്നതാണ്. എം ഫേവർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷനും മറ്റ് ഓഫേഴ്സിനായിട്ട് 8891949239 എന്ന നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലും ബന്ധപ്പെടാം. അതും അല്ലെങ്കിൽ 9747201900. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കടന്നാലോ? ഭാരതീയ ന്യായ സംഹിത 2023 ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന്റെ നോട്ടുകളൊക്കെ എം ഫേവർ കേരള PSC എന്ന ടെലഗ്രാമിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്യാം. 1,00,000-ലധികം പേർ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഈ പറയുന്ന നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അമിത് ഷാ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹോം അഫയേഴ്സ് മിനിസ്റ്റർ കൂടിയായിട്ടുള്ള അമിത് ഷായാണ് ഈ ഒരു നിയമം ഒരു ബില്ലായിട്ട് ലോക്സഭയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പറയുന്ന ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 20 ഡിസംബർ 2023. രാജ്യസഭ പാസ്സാക്കുന്നത് 21 ഡിസംബർ 2023. തുടർന്ന് പ്രസിഡന്റായ ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം അഥവാ അസന്റ് ലഭിക്കുന്നത് 25 ഡിസംബർ 2023. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ആ 25 ഡിസംബറിൽ തന്നെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഈ ഒരു ബില്ലിന് അംഗീകാരം നൽകി. സോ പ്രസിഡന്റ് ഒരു ബില്ലിന് അംഗീകാരം നൽകുന്നതോടുകൂടി അത് നിയമമായി അല്ലേ? സോ രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കിയ ഒരു ബില്ല് പ്രസിഡന്റ് അംഗീകരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒപ്പ് വയ്ക്കുന്നതോടുകൂടി അതൊരു നിയമമായി അല്ലെ? എന്നായി 25 ഡിസംബർ 2023. 25 ഡിസംബർ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയുടെ ബർത്ത്ഡേ ആണ്. സോ അത് ഗുഡ് ഗവേണൻസ് ഡേ എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. സോ ബില്ല് നിയമമായി അല്ലേ? ഇനി ഈ ഒരു നിയമം ഇന്ത്യ ഒട്ടാകെ നിലവിൽ വന്നത് came into force on
1 ജൂലൈ 2024. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു ബില്ല് ആദ്യമായിട്ട് ലോക്സഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി ഹോം മിനിസ്റ്റർ കൂടിയായിട്ടുള്ള അമിത്ഷായാണ്. അത് ശരിക്കും 2023 ഓഗസ്റ്റ് 11 ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തുടർന്ന് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലിന് പകരമായിട്ട് രണ്ടാമത് വേറൊരു ബില്ല്, അതായത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് തന്നെ ഭാരതീയ ന്യായ സംഹിതയുടെ രണ്ടാമത്തെ ബില്ല് 12 ഡിസംബർ 2023 ഇദ്ദേഹം തന്നെ വീണ്ടും ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. തുടർന്ന് ലോക്സഭ ഈ പറയുന്ന ബില്ല് പാസ്സാക്കി 20 ഡിസംബർ, രാജ്യസഭ പാസ്സാക്കി 21 ഡിസംബർ, പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് 25 ഡിസംബർ. തുടർന്ന് ഈ നിയമം ഇന്ത്യ ഒട്ടാകെ നിലവിൽ വന്നിരിക്കുന്നത് ഓൺ 1 ജൂലൈ 2024. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡേറ്റ് ആണ് ഞാൻ ഇവിടെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ബില്ല് നിയമമായ ദിവസം അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ച ദിവസം. മാത്രമല്ല ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഓക്കെ, ഇനി BNSൽ ആകെ മൊത്തം ഇനി ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിച്ചോളാം. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ ഉണ്ടാവും. 100 ചോദ്യങ്ങളിൽ ഉറപ്പായിട്ടും 10 മുതൽ 15 ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ തന്നെയാണ്. PSCയുടെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഓക്കെ, സോ BNSൽ ആകെ മൊത്തം 20 ചാപ്റ്റേഴ്സും അതിൽ ഒട്ടാകെ 358 സെക്ഷൻസുമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് വാരി വലിച്ച് പഠിക്കേണ്ട, എക്സാം പോയിന്റിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പഠിക്കാനും ലളിതമാക്കിക്കൊണ്ട് പഠിച്ചെടുക്കുവാനും അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, സോ പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എക്സാം ഹാളിൽ അപ്ലൈ ചെയ്യണമല്ലോ. ആപ്ലിക്കേഷൻ ലെവലിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. സോ ഈ ഒരു പുതിയ സിലബസ് PSC ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ കൂടിയിട്ടും നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് IPCക്ക് പകരമായിട്ട് BNS നിങ്ങൾ പഠിക്കേണ്ടി വരും. എല്ലാ പരീക്ഷകൾക്കും അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് PSC കേട്ടോ. ഓക്കെ, അപ്പോൾ പുതിയ സിലബസ്, ഏകദേശ സിലബസ് ഒക്കെ ഞങ്ങൾ ടെലിഗ്രാം ചാനലിൽ MFavor കേരള PSCയിൽ എന്ത് ചെയ്യാം, നൽകാം. ഇനി അടുത്തൊരു പോയിന്റ് വായിച്ചു നോക്കിയേ. ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? യെസ്, ഇറ്റ് റിപ്ലേസ്ഡ് Indian Penal Code IPC and update criminal law by consolidating and modernizing it, addressing contemporary challenges and ensuring ഫെയർ ജസ്റ്റിസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് IPCക്ക് പകരമായിട്ട് BNS കൊണ്ടുവന്നത് എന്നുള്ളതാണ് അല്ലേ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? വൈ? ബിക്കോസ് നമ്മുടെ കാലത്തിനനുസൃതമായിട്ട് രാജ്യത്തെ നിയമങ്ങളിൽ പല വ്യത്യാസങ്ങളും വരുത്തേണ്ടതായിട്ടുണ്ട്. ലൈക്ക് കണ്ടംപററി ചലഞ്ചസിനെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ലോസിനെ കൺസോളിഡേറ്റ് ചെയ്ത് മോഡേണൈസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 163 വർഷത്തെ പഴക്കമുള്ള ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലെ IPC എന്ന നിയമത്തെയാണ് BNS റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കണം. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. It introduced stricter punishments for various offences, particularly those involving violence against women, children and vulnerable sections of society. So വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രിക്റ്റർ ആയിട്ടുള്ള പണിഷ്മെൻ്റ് ആണ് BNS. IPCയുടെ ഓൾമോസ്റ്റ് മിക്ക സെക്ഷൻസും BNS ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് വയലൻസ് അഗെയിൻസ്റ്റ് വിമൺ, ചിൽഡ്രൻ, അതുപോലെ തന്നെ വൾനറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ അവർക്കെതിരായിട്ടുള്ള വയലൻസിൻ്റെ പണിഷ്മെൻറ്റ് കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആക്കി എന്നുള്ളതാണ്. മാത്രമല്ല ഈ പറയുന്ന ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു പരിഗണന ഈ ഒരു നിയമം നൽകിയിട്ടുമുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. ഇറ്റ് അപ്ഹോൾഡഡ് ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി, which is a cornerstone of the criminal justice system, ensuring fairness and protection of individual rights. ഇതൊരു ട്രൂ ആയിട്ടുള്ള ഫാക്ട് തന്നെയാണ് അല്ലേ. ഒരാൾ കുറ്റക്കാരനാണ് എന്നുള്ളത് മീൻസ് ഒരാൾ ഫോർ എക്സാമ്പിൾ പ്രിസംപ്ഷൻ എന്ന് പറഞ്ഞാൽ അനുമാനം എന്നാണ് അല്ലേ. സോ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നത് വരെയും അവനെ നിരപരാധിയായിട്ടാണ് നമ്മൾ അനുമാനിക്കുന്നത്. സോ ഒരാളെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നത് വരെ അല്ലെങ്കിൽ തെളിയിക്കപ്പെടുന്നത് വരെ അവൻ നിരപരാധിയാണ് എന്ന അനുമാനം. അപ്പോൾ ഇത് അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു നിയമം കൂടിയാണ് BNS എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ട്രയലും അതുപോലെ തന്നെ
സ്വാഭാവികമായിട്ടും ഇൻഡിവിജ്വൽ റൈറ്റ്സിന് പ്രൊട്ടക്ഷനും കിട്ടുന്നതാണ്. സോ ഇതൊരു ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇറ്റ് റിറ്റൈൻഡ് ഡെത്ത് പെനാൽറ്റി ബട്ട് ഇറ്റ്സ് ആപ്ലിക്കേഷൻ വുഡ് ബി ലിമിറ്റഡ് ടു മോസ്റ്റ് സിവിയർ ക്രൈംസ് സച്ച് ആസ് ടെററിസം, മാസ് മർഡർ ഓർ സിമിലർ ആക്ട്സ് ഓഫ് എക്സ്ട്രീം വയലൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാസ് മർഡർ, ടെററിസം. സോ ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത് ഈ ഒരു നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു സിവിയർ ക്രൈംസ് ലൈക്ക് ടെററിസം, മാസ് മർഡർ ഓർ സിമിലർ ആക്ട്സ് ഓഫ് എക്സ്ട്രീം വയലൻസ് എന്നുള്ളതാണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലൈക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് IPC നിയമപ്രകാരം സെഡിഷൻ അഥവാ രാജ്യദ്രോഹം ഒരു കുറ്റകരമായ സംഗതി തന്നെയായിരുന്നു അല്ലേ. സോ എന്താണ് ആ ഒരു ഇതിൽ ഈ BNS ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്? സോ IPCയുടെ സെക്ഷൻ 124A പ്രകാരമാണ് സെഡിഷൻ ഒരു ക്രൈം ആയിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ BNS വന്നപ്പോൾ സ്വാഭാവികമായിട്ടും IPCയെ റീപ്ലേസ് ചെയ്തില്ലേ, എങ്കിൽ കൂടിയിട്ടും IPCയുടെ മിക്ക സെക്ഷൻസും BNS റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം BNSലെ സെക്ഷൻ 152 പ്രകാരം BNSൽ സെഡിഷനെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ BNS നിയമപ്രകാരം സെഡിഷൻ ഒരു ക്രൈം അല്ല. പകരം BNS കുറച്ചും കൂടി ഒന്ന് എന്താ പറയാ, ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾ BNS എടുക്കുമ്പോൾ സെക്ഷൻ 152 നമുക്ക് പരീക്ഷയ്ക്കും ആവശ്യമാണ് അല്ലേ. അതായത് ഇറ്റ് ക്രിമിനലൈസസ് ആക്ട്സ് ദാറ്റ് എൻഡേഞ്ചർ the sovereignty, unity and integrity of India. ഇന്ത്യയുടെ സോവർണിറ്റി, ഇന്റഗ്രിറ്റി, യൂണിറ്റി എന്നിവയെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അപകടപ്പെടുത്തുന്നതായിട്ടുള്ള ആക്ടുകൾ, പ്രവൃത്തികളെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിമിനലൈസ് ചെയ്യുന്നുണ്ട്. സോ കുറച്ചും കൂടി ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ഡിഫിനിഷനാണ് സെക്ഷൻ 152 പ്രകാരം കൊടുത്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം സെഡിഷൻ ഒരു ക്രൈം ആണെന്ന് IPC പോലെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പറയുന്നുമില്ല. സോ സെഡിഷൻ ഈസ് നോട്ട് എ ക്രൈം അണ്ടർ BNS and it replaced as section 124A of Indian Penal Code and it introduced section 152 അല്ലേ, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് സെക്ഷൻ 152 criminalizes acts that endanger the sovereignty, integrity and unity of India. ഓക്കെ, സോ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളത് നോക്കിക്കൊള്ളാം സെഡിഷൻ്റെ കാര്യത്തിൽ. ഓക്കെ, അതിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ് എംഫസൈസസ് ദ റൈറ്റ് ടു സ്പീഡി ട്രയൽ. സോ ഇറ്റ് എംഫസൈസ്ഡ് ദ റൈറ്റ് ടു സ്പീഡി ട്രയൽ. അത് വേണം അല്ലേ, ആസ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എയിമിംഗ് ടു റെഡ്യൂസ് ഡിലേസ് ഇൻ ദ ജുഡീഷ്യൽ പ്രോസസ് ആൻഡ് ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് ദി ക്രിമിനൽ സിസ്റ്റം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, എക്സാം പോയിന്റ് ആണ്. ഈ ഒരു BNS പ്രകാരം ആദ്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് 1 ജൂലൈ 2024 തന്നെയാണല്ലോ. ഓൾ ഇന്ത്യ ലെവലിൽ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് ഗ്വാളിയർ, മധ്യപ്രദേശ്. ഓക്കെ, സോ ഗ്വാളിയറിലാണ് ഒരു തെഫ്റ്റ് കേസാണ് രജിസ്റ്റർ ചെയ്തത് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് BNS പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു തെഫ്റ്റ് കേസാണ്, മോഷണം. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് രജിസ്റ്റേർഡ് ഇൻ ഗ്വാളിയർ, മധ്യപ്രദേശ്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കൊണ്ടോട്ടിയിലാണ്, മലപ്പുറം കൊണ്ടോട്ടിയിലാണ് ഈ പ്രകാരം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് BNS പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്തത്. അതായത് ഈ പറയുന്ന അപകടകരമാവും വിധം അല്ലെങ്കിൽ മനുഷ്യജീവന് ഹാനികരമായ രീതിയിൽ മോട്ടോർ സൈക്കിൾ ഉപയോഗിച്ചു എന്ന ഒരു പരാതി ആണ് ആദ്യത്തെ BNS പ്രകാരമുള്ള കേസ് കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് BNS ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരുന്നതിൻ്റെ ഒരു ഐഡിയ ഞാനിവിടെ തരാം. നമ്മുടെ പെയ്ഡ് വേർഷനിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അറിയാമല്ലോ, നമ്മുടെ സിലബസ് വാസ്റ്റ് ആണ്. ബട്ട് എല്ലാം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ ഹൈലി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു തീർക്കാൻ സാധിക്കും. എക്സാമിന് മുന്നായിട്ട് നല്ല രീതിയിൽ പഠിച്ചു തീർത്ത് റിവിഷൻ ടെസ്റ്റ് സീരീസും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അതിനുള്ള സഹായങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട്. അണ്ടർ ദ ഭാരതീയ ന്യായ സംഹിത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ന്യൂ കാറ്റഗറി ഓഫ് ക്രൈംസ്? ഓപ്ഷൻ എ സൈബർ ടെററിസം, ഓപ്ഷൻ ബി എൻവയറമെന്റൽ ക്രൈംസ്, ഓപ്ഷൻ സി വാർ ക്രൈംസ്, ഓപ്ഷൻ ഡി ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് ടെററിസം. ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ഡി ആണ്. ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് ടെററിസം. ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സംഘം ചേർന്ന് ഈ പറയുന്ന രീതിയിൽ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ് ഇൻ ഓർഡർ ടു മേക്ക് സം പ്രോഫിറ്റ് അല്ലേ. സോ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് ടെററിസം എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ പ്രിൻസിപ്പിൾ അണ്ടർ ഭാരതീയ ന്യായ സംഹിത? Option A, complete abolition of preventive detention laws. Option B, empowerment of police to make arrests without warrants.
ഓപ്ഷൻ സി പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി. ഓപ്ഷൻ ഡി റിമൂവൽ ഓഫ് ലീഗൽ പ്രൊവിഷൻസ് ഫോർ ജുവനൈൽസ്. സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി എന്നുള്ളതാണ് അല്ലെ. സി ഓപ്ഷൻ ബി നോക്കിയേ, എംപവർമെന്റ് ഓഫ് പോലീസ് ടു മേക്ക് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ്സ് എന്നുള്ളതാണ്. സി ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും BNS ആക്ട് പോലീസിന് വൈഡ് ആയിട്ടുള്ള ഒരു പവർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു പരാതി വരുമ്പോൾ നേരെ FIR രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ BNS ആക്ട് നിലവിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ നിയമങ്ങൾ വന്നതിന് ശേഷം ഇന്നിപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ആക്ച്വലി ഒരു പോലീസിന് FIR ഇടുന്നതിന് മുന്നേ തന്നെ പ്രിലിമിനറി എൻക്വയറി ഒക്കെ നടത്താൻ സാധ്യമാണ്. മാത്രമല്ല BNSS ആക്ട് പ്രകാരമാണ്, ശ്രദ്ധിക്കണം, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അഥവാ BNSS CRPCക്ക് പകരമായിട്ട് വന്നിട്ടുള്ള BNSS ആക്ട് അല്ലെങ്കിൽ അത് പ്രകാരമാണ്, BNSS പ്രകാരമാണ് പോലീസുകാർക്ക് എന്താ ഈ പറയുന്ന അറസ്റ്റുകളൊക്കെ വാറണ്ട് ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അത് കോഗ്നിസബിൾ ഒഫൻസ് ആയിരിക്കണം. കോഗ്നിസബിൾ ഒഫൻസ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ഇല്ലാതെ സാധിക്കുക എന്ന് പറയുന്ന. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സീരിയസ് ക്രൈംസ് ആണ്. കൂടുതൽ കാലഘട്ടം ജയിൽ ശിക്ഷ അനുഭവിക്കാൻ സാധ്യതയുള്ള സീരിയസ് ക്രൈംസ് ആണ്. മർഡർ പോലുള്ള കോഗ്നിസബിൾ ഒഫൻസിനാണ് ദേ ക്യാൻ അറസ്റ്റ് വിത്തൗട്ട് വാറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് CRPCക്ക് പകരമായിട്ട് വന്നിട്ടുള്ള BNSS-ലാണ് പറയുന്നത്. BNSS ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് ഭാരതീയ ന്യായ സംഹിത വാട്ട് ഈസ് ദ പ്രപ്പോസ്ഡ് പണിഷ്മെന്റ് ഫോർ എ ഫസ്റ്റ് ടൈം ഒഫൻഡർ കമ്മിറ്റിംഗ് എ മൈനർ ഒഫൻസ്? സോ ഒരു മൈനർ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഫസ്റ്റ് ടൈം ഒഫൻഡർ ആദ്യമായിട്ട് ഒരു മൈനർ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന BNS പ്രകാരമുള്ള ശിക്ഷാ നടപടി എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ ഡെത്ത് പെനാൽറ്റി, ഓപ്ഷൻ ബി ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഓപ്ഷൻ സി ഫൈൻ ആൻഡ് കമ്മ്യൂണിറ്റി സർവീസ്, ഓപ്ഷൻ ഡി നോൺ കസ്റ്റോഡിയൽ സെന്റൻസ്. ഉറപ്പായിട്ടും സി നോൺ കസ്റ്റോഡിയൽ സർവീസ്, അതായത് ജയിലിൽ പോകണ്ട, പ്രിസണിൽ വിടേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന് പകരം നോൺ കസ്റ്റോഡിയൽ സെന്റൻസ് ആണ് അദ്ദേഹത്തിന് നൽകുക. ഓക്കെ, സോ ഫസ്റ്റ് ടൈം ഒഫൻഡർ കമ്മിറ്റിംഗ് എ മൈനർ ഒഫൻസ്. പിന്നെ അടുത്തൊരു ചോദ്യം നോക്കിയേ, വാട്ട് ഡസ് ദി ഭാരതീയ ന്യായ സംഹിത പ്രപ്പോസസ് ടു ഡു ഇൻ റിലേഷൻ ടു ദി ഡെത്ത് പെനാൽറ്റി? അല്ലെ, ഡെത്ത് പെനാൽറ്റിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ഓപ്ഷൻ എ കംപ്ലീറ്റ്ലി അബോളിഷ് ഇറ്റ്, ഓപ്ഷൻ ബി ലിമിറ്റ് ഇറ്റ് ടു കേസസ് ഇൻവോൾവിംഗ് ടെററിസം ആൻഡ് മർഡർ, ഓപ്ഷൻ സി റീപ്ലേസ് ഇറ്റ് വിത്ത് ലൈഫ് ഇംപ്രിസൺമെന്റ്, ഓപ്ഷൻ ഡി മേക്ക് ഇറ്റ് മാൻഡേറ്ററി ഫോർ ഓൾ വയലന്റ് ക്രൈംസ്. ഏതാണ്? യെസ്, ലിമിറ്റ് ഇറ്റ് ടു കേസസ് ഇൻവോൾവിംഗ് ടെററിസം ആൻഡ് മർഡർ ഓർ സിമിലർ കൈൻഡ്സ് ഓഫ് എക്സ്ട്രീം വയലൻസ്. ഓക്കെ, സോ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നോക്കിയേ, അണ്ടർ ദ ഭാരതീയ ന്യായ സംഹിത ഹു വുഡ് ബി പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് സൈബർ ക്രൈംസ്? Option A local police stations, option B National Investigation Agency also known as NIA, option C specialized cybercrime units within the police, option D judicial officers. So ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇപ്പോൾ സൈബർ ക്രൈംസ് എന്ന് പറയുന്നത് അന്വേഷിക്കുക സ്പെഷ്യലൈസ്ഡ് സൈബർ ക്രൈം യൂണിറ്റ് ആണ്. പോലീസിനുള്ളിൽ തന്നെയുള്ള സ്പെഷ്യലൈസ്ഡ് സൈബർ ക്രൈം യൂണിറ്റ് ആയിരിക്കും. അടുത്ത ചോദ്യം, which of the following is a key feature of the ഭാരതീയ സംഹിത? Option A, it retains all provisions of the IPC without changes. See, most of the sections retain ചെയ്തു, but not all. Option B, it introduces community service as a form of punishment. Option C, it focuses solely on economic offenses. Option D, it abolishes the judiciary system. ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ബി ആണ് അല്ലേ. സോ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന പുത്തൻ ഒരു പണിഷ്മെന്റ് രീതി BNS കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിറ്റി സർവീസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ന്യൂ ഒഫൻസ് ഇൻട്രൊഡ്യൂസ്ഡ് അണ്ടർ ദി ഭാരതീയ സംഹിത? ഒരു ന്യൂ ഒഫൻസ് ഭാരതീയ സംഹിത പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ മർഡർ, ഓപ്ഷൻ ബി തെഫ്റ്റ്, ഓപ്ഷൻ സി മോബ് ലിഞ്ചിങ്, ഓപ്ഷൻ ഡി പെർജറി. ഇത് രണ്ടും അല്ലാന്നറിയാം. ഓപ്ഷൻ ഡി പെർജറി എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളസാക്ഷ്യം പറയാം. സോ നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ വളരെയധികം വളർന്നു വരുന്ന ഒരു ഒഫൻസ് ആണ് മോബ് ലിഞ്ചിങ് എന്ന് പറയുന്നത്. അതായത് ആൾക്കൂട്ടം ചേർന്ന് എന്ത് ചെയ്യും? ഈ പറയുന്ന പബ്ലിക്കിന്റെ മുന്നിൽ തന്നെ ആളുകളെ തല്ലിക്കൊല്ലുക, അടിക്കുക, പിടിക്കുക, വിചാരണ ചെയ്യുക, അല്ലേ? സോ മോബ് ലിഞ്ചിങ് ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. സോ നമുക്ക് ഉത്തരം
ശരിയായിട്ട് കൊടുക്കാൻ പറ്റും. ഇത്തരത്തിൽ BNSുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് എല്ലാം തന്നെ ശരി ഉത്തരം കൊടുക്കുവാനും ഉറപ്പായിട്ടും കട്ട് ഓഫ് കടന്ന് ഏറ്റവും ഉന്നത റാങ്ക് നേടിക്കൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ, ഈ ഒരു തസ്തിക നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. അത്തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മുടെ കോഴ്സ് ഫെബ്രുവരി 10 സ്റ്റാർട്ട് ചെയ്യാണ്. BNSന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ BNSSുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം കൂടി ഉണ്ട്, നമുക്കതും പഠിക്കാം. CRPCക്ക് പകരമായിട്ട് ഉടൻ തന്നെ കാത്തിരിക്കാം. നന്ദി.